കഴിഞ്ഞ വർഷം അവസാനം ഇന്ത്യയും ഒമാനും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇറാനും ഹോർമുസ് കടലിടുക്കിനുമുള്ള ഇന്ത്യയുടെ അടിയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഒമാന്റെ ഊർജ്ജ വ്യാപാര റൂട്ടുകളിലേക്ക് ഇന്ത്യക്ക് സുഗമമായ പ്രവേശനം നൽകുന്ന കരാറാണിത്. ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്കിന് പകരം എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇത് വഴി തുറക്കുന്നത്. ലബനനിൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ ഭീഷണി. ചൊവ്വാഴ്ചയും അത്തരത്തിലൊരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരം ഭീഷണികൾക്ക് മുന്നിലും ഇന്ത്യക്ക് ഭയക്കാനൊന്നുമില്ല. ഏകദേശം $4.8 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു സബ്സീ പൈപ്പ് ലൈൻ പദ്ധതി ഇന്ത്യക്കും ഒമാനും ഇടയിൽ വരാനുള്ള സാധ്യതകളാണ് ഇതോടെ തെളിയുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഒമാൻ സുൽത്താൻ ഈ കരാറിനെ ഔദ്യോഗികമായി അംഗീകരിച്ചതും ഇന്ത്യക്കുള്ള നേട്ടമാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ലൈനുകളുടെ 98% കസ്റ്റംസ് തീരുവ ഒമാൻ ഒഴിവാക്കും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണി പ്രവേശനം സുഗമമാക്കും. തുണിത്തരങ്ങൾ, തുകൽ വസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഹോർമൂസ് കടലെടുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 45%, LNG ഇറക്കുമതിയുടെ 55%, LPG ഇറക്കുമതിയുടെ 90% എന്നിവ ഈ പ്രത്യേക സമുദ്രപാതയിലൂടെയാണ് നടക്കുന്നത്. ഈ കടലെടുക്ക് അടച്ചുപൂട്ടിയാൽ ഇന്ത്യക്ക് അത് ശക്തമായ വെല്ലുവിളി ഉയർത്തും. ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 24 ടാങ്കറുകൾ കടലിടുക്ക് വഴി കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവയിൽ ഭൂരിഭാഗവും എത്തുന്നത് ഏഷ്യൻ വിപണികളിലേക്കാണ്. അമേരിക്ക ഇറാനും തമ്മിൽ നിലവിൽ വെടിനിർത്തലും നയതന്ത്ര ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിനെ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായി കണക്കാക്കുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് സുരക്ഷിതവും പ്രായോഗികവുമായ ഒരു ബദലായി ഒമാൻ ഉയർന്നു വരികയാണ്. ഒമാന്റെ പ്രധാന തുറമുഖങ്ങളായ ദുഃഖം, സൊഹാർ, സലാല എന്നിവ ഹോർമുസ് കടലിടുക്കിന് പുറത്ത് അറബിക്കടലിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ്. ഇത് ഇന്ത്യക്ക് ഊർജ്ജ വിതരണത്തിന് സുരക്ഷിതമായ സമുദ്രപാത നൽകും. ഒമാന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും നിർണായക ഊർജ്ജ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ സഹകരിക്കാനുള്ള അവസരങ്ങളും ഇന്ത്യക്ക് നൽകുന്നു. ആഴക്കടൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതും LPG, അസംസ്കൃത എണ്ണ എന്നിവയുടെ വലിയ തോതിലുള്ള സംഭരണ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും ഈ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. ഏകദേശം $4.8 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു സബ്സീ പൈപ്പ് ലൈൻ പദ്ധതിയുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതി പ്രകാരം ഒമാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് പ്രതിദിനം 31 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം കൊണ്ടുപോകും. ഏകദേശം 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പൈപ്പ് ലൈൻ അറബിക്കടലിന്റെ അടിത്തട്ടിലൂടെ 3450 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കും. അതുവഴി ഇന്ത്യ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ സംരംഭങ്ങളായ ഗെയിൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ് ഈ സംരംഭത്തിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് കാര്യമായ സാങ്കേതിക വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു വിഷയമാണ് എങ്കിലും ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷ ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും. ഈ നേരിട്ടുള്ള വാതക വിതരണ സംവിധാനം വഴി ഇന്ത്യക്ക് $1 ബില്യൺ വരെ വാർഷിക ലാഭം കൈവരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ കരാർ പ്രകാരം ഒമാന്റെ പ്രധാന സേവന മേഖലകളിൽ 100% വിദേശ നിക്ഷേപം നടത്താൻ ഇന്ത്യൻ കമ്പനികൾക്ക് അനുവാദവും ഉണ്ടാകും. ഇതോടെ ഇന്ത്യ പച്ചപിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.